ചൈനയുടെ പുതിയ ആണവ അന്തർവാഹിനി തകർന്നതായി റിപ്പോർട്ട്. ഈ വർഷം ആദ്യമാണ് അന്തർവാഹിനി തകർന്നതെന്ന് അമേരിക്കയിലെ മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നു. സൈനിക ശേഷി ശക്തിപ്പെടുത്താനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് ഇത് തിരിച്ചടിയായതായാണ് റിപ്പോർട്ടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേന ചൈനയുടേതാണ്. ചൈനയ്ക്ക് 370-ലധികം യുദ്ധക്കപ്പലുകളുണ്ട്. ഇതിനു പുറമെ പുതിയ തലമുറ ആണവ അന്തർവാഹിനികളുടെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. ചൈനയുടെ പുതിയ ഫസ്റ്റ് ഇൻ ക്ലാസ് ആണവ അന്തർവാഹിനി മെയ് ജൂൺ കാലയളവിൽ ഒരു തുറമുഖത്തോട് ചേർന്ന് തകർന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇക്കാര്യം ചൈന നിഷേധിച്ചിട്ടുണ്ട്. എന്താണ് അന്തർവാഹിനി തകരാനുള്ള കാരണമെന്നോ ആ സമയത്ത് കപ്പലിൽ ആണവ ഇന്ധനം ഉണ്ടായിരുന്നോ എന്നോ വ്യക്തതയില്ല. ചൈനീസ് അന്തർവാഹിനി തകർന്ന വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് വാൾ സ്ട്രീറ്റ് ജേണലിലാണ്. ജൂൺ മുതൽ പ്ലാനറ്റ് ലാബിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങളുടെ പരമ്പരയിൽ പൂചാങ് കപ്പൽശാലയിൽ ക്രെയിനുകൾ വിശദമായി കാണിക്കുന്നുണ്ട്. അവിടെയായിരുന്നു അന്തർവാഹിനി നങ്കൂരമിട്ടിരുന്നത്. തകർന്ന അന്തർവാഹിനിയെ ഉയർത്താൻ ക്രെയിനുകൾ ഉപയോഗിച്ചതാണോ എന്ന സംശയമാണ് ഉയരുന്നത്. 2022 കണക്കനുസരിച്ച് ചൈനയ്ക്ക് 6 ആണവോർജ്ജ ബാലസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളും 6 ആണവ ശക്തിയുള്ള ആക്രമണ അന്തർവാഹിനികളും 48 ഡീസൽ പവർ അറ്റാക്ക് അന്തർവാഹിനികളുണ്ടെന്ന് പെൻറ്റഗൺ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചൈനീസ് അന്തർവാഹിനികളുടെ എണ്ണം 2025ഓടെ 65ആയും 2035ഓടെ 80ആയും ഉയരുമെന്നും US പ്രതിരോധ വകുപ്പ് പ്രവചിക്കുന്നു. അതിനിടെ പസഫിക് സമുദ്രത്തിൽ ഭൂഖണ്ഡാന്തര ബാലസ്റ്റിക് മിസൈൽ വിക്ഷേപണ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ചൈന. ഏഷ്യ പസഫിക് മേഖലയിൽ ആയുധശേഷി ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് പരീക്ഷണം. ആദ്യമായാണ് ഭൂഖണ്ഡാന്തര ബാലസ്റ്റിക് മിസൈലിൻ്റെ പരസ്യ പരീക്ഷണവുമായി ചൈന എത്തിയിരിക്കുന്നത്. ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുത്തു എന്നാണ് പരീക്ഷണത്തിന് ശേഷം ചൈന വ്യക്തമാക്കിയത്. ചൈനീസ് പ്രതിരോധ മന്ത്രാലയമാണ് ഭൂഖണ്ഡാന്തര ബാലസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണം വിജയകരമായി നടത്തിയതായി പ്രഖ്യാപിച്ചത്. US നഗരങ്ങളെപ്പോലും ലക്ഷ്യമാക്കി ആക്രമണം നടത്താൻ കഴിയുന്നതാണ് ചൈന പരീക്ഷിച്ചിരിക്കുന്ന പുതിയ ഭൂഖണ്ഡാന്തര ബാലസ്റ്റിക് മിസൈൽ. നിലവിൽ ചൈനീസ് റോക്കറ്റ് ഫോഴ്സിന് DF-31AG, DF-5B, DF-41 എന്നിവയുൾപ്പെടെയുള്ള ഭൂഖണ്ഡാന്തര ബാലസ്റ്റിക് മിസൈലുകളാണുള്ളത്. കൂടാതെ പീപ്പിൾസ് ലിബറേഷൻ ആർമി നാവികസേനയുടെ JL-2 അന്തർവാഹിനി വിക്ഷേപിക്കുന്ന ഭൂഖണ്ഡാന്തര ബാലസ്റ്റിക് മിസൈൽ ഉള്ളതായും ചൈനീസ് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഏഷ്യ പസഫിക് മേഖലയിൽ മിസൈൽ പരീക്ഷണങ്ങൾ നിരവധിയാണ് നടന്നുവരുന്നത്. ഈ മാസം ആദ്യമാണ് മേഖലയിൽ ഉത്തര കൊറിയ നിരവധി ഹ്രസ്വദൂര ബാലസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയത്. നിലവിൽ ചൈന പരീക്ഷിച്ച ഭൂഖണ്ഡാന്തര ബാലസ്റ്റിക് മിസൈൽ പസഫിക് സമുദ്രത്തിലേക്കാണ് വിക്ഷേപിച്ചത്. 44 വർഷത്തിനിടെ ആദ്യമായാണ് ചൈന പുറം കടലിൽ ഭൂഖണ്ഡാന്തര ബാലസ്റ്റിക് മിസൈൽ വിജയകരമായി വിക്ഷേപിക്കുന്നത്. 1980 മെയ്യിലായിരുന്നു ഇതിനു മുമ്പത്തെ വിജയകരമായ പരീക്ഷണമെന്ന് ഹോങ്കോങ് ആസ്ഥാനമായ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. അന്ന് 9000 കിലോമീറ്റർ അപ്പുറത്തെ ലക്ഷ്യത്തിലേക്കാണ് മിസൈൽ കുതിച്ചത്. പുതിയ മിസൈലിന് US വരെ എത്താൻ കഴിയുമെന്നും റിപ്പോർട്ടിലുണ്ട്.